ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബ്ലോഗിങ്ങുമായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. അത്തരം മിസ്റ്റേക്കുകൾ കാരണമാണ് പലർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്തത്. ഞാനൊക്കെ ബ്ലോഗിങ് തുടങ്ങിയ സമയത്തും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയും ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ വായിച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രമായിരുന്നില്ല ശരിക്കുമുള്ള മിസ്റ്റേക്ക്. ചില മാനസികമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ബ്ലോഗിങ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് വളരെ സിമ്പിളാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത് നല്ല രീതിയിൽ നമ്മുടെ ബ്ലോഗിങ്ങിനെ ബാധിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. അത്തരത്തിലുള്ള ഒരു 10 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. പലപ്പോഴും ബ്ലോഗ് തുടങ്ങുന്നവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് പലപ്പോഴും ദുരന്തമായി മാറാറുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ കണ്ടിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം കണ്ടിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ പറ്റും, നമുക്കതിന് കഴിവുണ്ടെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും പരാജയത്തിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. അതായത് കൃത്യമായ മുന്നൊരുക്കങ്ങളൊന്നും കാണത്തില്ല. അതേപോലെ തന്നെ ഒരു വിഷയമാണ് നമ്മൾ തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വിരസതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വളരുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യൂസ് വരുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു നിരാശയും വരാം. അപ്പോൾ ഇത് രണ്ടിലെയും ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യാനായിട്ട്. പിന്നീടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ ബ്ലോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും പഠിച്ചതിന് ശേഷം നമുക്ക് ബ്ലോഗിങ് തുടങ്ങാമെന്ന് ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്. അതായത് അതിനുവേണ്ടി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെബ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, SEO കുറിച്ച് പഠിക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിങ് സൈഡ് പഠിക്കുന്നു. ഇതെല്ലാം കൂടെ പഠിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്ലോഗിങ് തുടങ്ങാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. അതല്ലെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചാൽ പോലും നമ്മുടെ ബ്ലോഗിങ് കറക്റ്റായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല കണ്ടന്റുകൾ എഴുതുക, അത് ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ബ്ലോഗിങ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടുതൽ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. നമ്മുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സൈറ്റിൻ്റെ ഹോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമ്മുടെ SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ കൂടുതൽ ശ്രദ്ധ പോകും. അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് ടെക്നിക്കലായ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അത് നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും ബ്ലോഗ് ആണെങ്കിലും എത്തരത്തിലുള്ള ഒരു സംഭവമാണെങ്കിലും ഇതൊരു ബാധകമായിട്ടൊരു കാര്യമാണ്. നമ്മൾ കൂടുതൽ ടെക്നിക്കൽ ആകാനായിട്ട് പോകണ്ട, നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കും, അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂട്യൂബ് കണ്ടന്റ് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോഗ് തുടങ്ങുമ്പോഴാണെങ്കിലും ഒക്കെയുള്ള വിഷയം എന്ന് പറയുന്നത്, ഏത് കണ്ടന്റ് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു വിഷയമുണ്ട്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് ഒക്കെ കാണും, അത് ചെയ്യണോ, അതോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളാണ്, അതുകൊണ്ട് അത് ചെയ്യണമോ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനായിട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബാലൻസിങ് വേണം. അതിന് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയെക്കുറിച്ചായിരിക്കണം നിങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയോ ചെയ്യേണ്ടത്. അതല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു മേഖല, നല്ല മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിലേക്ക് എടുത്ത് ചാടാനായിട്ട് പറ്റത്തില്ല. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല മാത്രമാണോ പരിഗണിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരുപക്ഷെ വേണ്ടുന്ന ഒരു മേഖലയാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വളരെ നാരോ ആയിട്ടുള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നു, അത് ആ വിഷയത്തെക്കുറിച്ച് അറിയാനായിട്ട് ആൾക്കും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ടും ഗുണമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കണം. അതായത് ആൾക്കാർക്ക് വേണം താനും, എന്നാൽ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടന്റ് പിന്നെ കാണത്തില്ല. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒട്ടുമേ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് ചെയ്താലും അത് കാണാനോ വായിക്കാനോ ആൾ കാണത്തുമില്ല. പിന്നെ ബ്ലോഗ് തുടങ്ങുന്നവർക്ക് ഏറ്റവും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് ഈ പറയുന്ന ഒരു മാഗസീൻ ടൈപ്പ് ബ്ലോഗ് തുടങ്ങാനായിരിക്കും പല ആൾക്കാരും ആദ്യം ശ്രദ്ധിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് തരത്തിലുള്ള കണ്ടന്റുകളെ കുത്തി നിറച്ചിട്ട് നമ്മളൊരു ബ്ലോഗ്, അതിലൊരു മാഗസീൻ ടൈപ്പ് ബ്ലോഗൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ വരുന്നത്. ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കാരണവശാലും വിജയിക്കാനുള്ള ചാൻസ് ഇല്ല. അതിന് കാരണം ബിഗ് കമ്പനീസൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് മാഗസിൻസും ഒരുപാട് ന്യൂസ് സൈറ്റുകളും ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് ഈ പറയുന്ന വായിക്കാനും കാണാനും ഒക്കെ. പക്ഷേ ഒരു സാധാരണ ഒരു വ്യക്തി വന്ന് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഈ നീഷുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ച് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വ്യക്തിയായിട്ട് ബ്ലോഗ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഏതെങ്കിലും ഒരു വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഒരു കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ വളർച്ച എങ്ങനെയാണ്. അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മേഖലയിലേക്ക് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു സെക്ഷനോട് അതിനൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം, അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓഡിയൻസിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സെക്ഷനോട് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ 2 or 3 ഈ കാറ്റഗറി അല്ലാതെ ഒരുപാട് കാറ്റഗറി ഉൾപ്പെടുത്തുന്നതിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം അത്തരത്തിലുള്ള കണ്ടന്റുകൾ പിന്നീട് വിജയിക്കത്തില്ല. അപ്പം നേരെ നിങ്ങൾ ഒന്നിൽ തുടങ്ങുക, അതിനുശേഷം 1 or 2 എന്നും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഒരുപാട് തരത്തിലുള്ള കണ്ടന്റ് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ ബ്ലോഗ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ ബ്ലോഗിങ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടെംപ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യ സമയത്ത് ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒരു മാഗസിൻ ടൈപ്പുള്ള ടെംപ്ലേറ്റ്, വളരെ ഫാൻസി ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആയിരിക്കും ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. ഇത് എല്ലാ ആൾക്കാരും, ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ആദ്യം നമ്മൾ ഏറ്റവും ഫാൻസി ആകണം, ഏറ്റവും മോഡേൺ ആകണം, ഏറ്റവും സ്റ്റൈലിഷ് ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളും അതൊക്കെ തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ പോകെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതല്ല നമുക്ക് വേണ്ടുന്നത്. കണ്ടന്റിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന തരത്തിലുള്ള ടെംപ്ലേറ്റ് വേണം ചെയ്യാനെന്നുള്ളത്. ഒരു ഇരുത്തമെന്ന ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം അവർ പോകെ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള ഒരുപാട് മറ്റു തരത്തിലുള്ള കണ്ടന്റുകൾ കുത്തി നിറയ്ക്കുന്ന സൈസിലുള്ള ഒരു രീതിയിലുള്ള ടെംപ്ലേറ്റ് നമ്മൾ എടുക്കാറില്ല. അത് പലപ്പോഴും തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അത് നിങ്ങൾ ആ അബദ്ധം ആദ്യമേ മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റ് എടുത്ത് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. പിന്നെ ചില ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ഉള്ള കാറ്റഗറിയിലുള്ളവരാണ് ചെയ്യുന്നത്. പലപ്പോഴും അവരൊരു കണ്ടന്റ് നിർമ്മിക്കുന്നു, ഒരുപക്ഷെ വീഡിയോ ആയിരിക്കാം, അതല്ലെങ്കിൽ ബ്ലോഗ് ആയിരിക്കാം, ഏതാണെങ്കിലും അതിനുശേഷം അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് പണം മുടക്കുന്നത് കണ്ടിട്ടുണ്ട്. മാർക്കറ്റിംഗ് മാത്രമല്ല, വെബ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കസ്റ്റമൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാം, അല്ലെങ്കിൽ പ്ലഗിൻസ് മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാണാം, അതുപോലെ തന്നെ ബ്രാൻഡിങ് സൈഡിലേക്ക് വേണ്ടി ഒരുപാട് പണം മുടക്കുന്നത് കാണാം. കാര്യം ഇത് പണം മുടക്കിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ അറിയുന്നത് പോലും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറയുന്നത് ഒരുപാട് പണമൊന്നും ഈ വിഷയത്തിലേക്ക് മുടക്കരുത്. അതിന് കാരണം നമ്മുടെ കണ്ടന്റ് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി നമ്മൾ കൂടുതൽ ക്യാഷ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് SEO എന്നൊക്കെ പറയുന്നത് അവരുടെ തലയ്ക്ക് പിടിച്ചിട്ട് SEO ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കണ്ടന്റ് മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസികളെ ഏൽപ്പിക്കുന്നു, അവരത് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്താൽ നമ്മളുടെ കണ്ടന്റ് ആ തരത്തിൽ ഗുണകരമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിജയിക്കത്തില്ല, പ്രത്യേകിച്ച് ലോങ് റണ്ണിൽ ഒട്ടുമേ വിജയിക്കത്തില്ല. പിന്നെ ബ്ലോഗിങ്ങിന് ഇറങ്ങുന്നവർക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവർ ആദ്യം നല്ല ആവേശത്തിലൊക്കെ തുടങ്ങി, അതിനുശേഷം ഒരുപാട് കൂട്ടുകാർക്കൊക്കെ ആദ്യം ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കും. അതിനുശേഷം കണ്ടന്റൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം കൂടുതൽ സമയം പ്രൊമോഷന് വേണ്ടി അവർ ഉപയോഗിക്കാറില്ല. കൂടുതൽ സമയം അവർ പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവർ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ കൂടുതൽ ടെംപ്ലേറ്റ് നല്ലതാക്കാൻ, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അവരധികം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കണ്ടന്റ് എഴുതുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കണ്ടന്റ് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതിന് മറ്റ് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഏതൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പറ്റുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരുപാട് ക്യാഷ് മുടക്കി പരസ്യങ്ങൾ കൊടുക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിന് മാർക്കറ്റിംഗ് സൈഡ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കണ്ടന്റ് എഴുതിയിട്ട് നമ്മുടെ കണ്ടന്റ് മറ്റുള്ളവരാരും മാർക്കറ്റ് ചെയ്യത്തില്ലല്ലോ. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ കണ്ടന്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയുള്ള എഫർട്ട് കൂടെ നമ്മൾ എടുക്കണം. പലപ്പോഴും പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. ആ വിഷയം നമ്മളൊരു ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്ത അവസാനത്തെ 10ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാത്രമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു ബ്ലോഗ് വളർത്താനായിട്ട്. ഒരുപാട് ആൾക്കാർ അവർക്ക് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, അല്ലെങ്കിൽ പ്രൊഫൈലുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതുപയോഗിച്ച് മാത്രം നമുക്ക് ബ്ലോഗ് വളർത്താമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ഒരു പരിധിവരെ നമുക്ക് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് തുടക്ക സമയത്ത് ഒന്ന് പൊക്കിക്കൊണ്ട് വരാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ദിനംതോറും നമ്മൾ കണ്ടന്റുകൾ ഈ പറഞ്ഞ ലിങ്കുകൾ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് റീച്ച് കിട്ടി, അതിൽ നിന്ന് നല്ല വ്യൂസ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്കറിയാം, അത് ചെയ്തിട്ടുള്ളവർക്കറിയാം അതിലേക്കൊന്നും വരത്തില്ല. നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം ഇത് വളർത്താനായിട്ടുള്ളത്. അല്ലാതെ സോഷ്യൽ മീഡിയ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കറിയാം നല്ല വ്യൂസ് വരുന്നവർക്ക് പോലും ആഡ് ലിമിറ്റ് വരുന്നൊരു രീതിയുണ്ട് സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മാത്രമല്ല നമ്മൾ സെർച്ചിലൂടെ കൊണ്ടുവരാനായിട്ട്, ഓർഗാനിക് സെർച്ചിലൂടെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഏറ്റവും ബേസിക് ആണെന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാം തീർച്ചയായിട്ടും. കാരണം കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരാൻ ചാൻസ് ഉള്ളത്, അത്തരം കാര്യങ്ങൾ ഏതൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതിനെ കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ബൈ.